ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഞാനിപ്പോൾ എങ്ങോട്ടാണ് ഈ ഇലയുമായിട്ട് എന്നല്ലേ നിങ്ങൾ ആലോചിക്കണത്. ഇവിടെ ബാക്കിൽ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും നല്ലോണം എന്തായിട്ടുണ്ട്, കാന്താരി മുളകായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നല്ലോണം അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് പറിക്കാനുള്ളതുണ്ട്. അപ്പോൾ കൈയുടെ അങ്ങോട്ട് പറിച്ചേക്കാം എന്ന് വിചാരിച്ചു. പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ ഈ കാന്താരി ഇരിക്കണത്. അപ്പോൾ നമുക്ക് കാന്താരി പൊട്ടിക്കാം. പിന്നെ റൂമിൻ്റെ ജനലിൽ കൂടി നോക്കിയപ്പോഴത്തേക്കും വേറൊരു മനോഹരമായ കാഴ്ച കൂടി കണ്ടു ഗൈസ്. അപ്പോൾ അതിനും കൂടിയാണ് കേട്ടോ ഞാനിവിടെ വന്നേക്കണത്. എന്തായാലും മുളക് പറിക്കണം. അപ്പോൾ മുളകല്ല, നമ്മുടെ കാന്താരി മുളക് അങ്ങനെ പറഞ്ഞാലാണ് അതിന് പ്രത്യേക ഭംഗി. അപ്പോൾ കാന്താരി മുളകും കൂടി പറിച്ചിട്ട് വേറൊരു സാധനം കൂടി നമുക്കുണ്ട് ഗൈസ്. അപ്പോൾ അതും കൂടി ഞാൻ കാട്ടിത്തരാട്ടെ എന്ത് സാധനമാണെന്നുള്ളത്. പിന്നെ എല്ലാവരും ചായ കുടിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും പണിക്കൊക്കെ പോയോ? മടി പിടിച്ചിരിക്കുക ആരെങ്കിലും ഇരിപ്പുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ജനലിൽ കൂടി കണ്ട മനോഹരമായ കാഴ്ച. ഒരു പപ്പായ പഴുത്തിരിക്കുന്നു ഗൈസ്. അതിൻ്റെ കേട് അത് വേറെ പഴുത്ത് പോയതിൻ്റെ കേട്ടോ. ഇത് നല്ല ഫ്രഷ് പപ്പായ, ഒരു കേടുമില്ലാത്ത നല്ല അടിപൊളി പപ്പായയാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പൊക്കത്ത് കയറി നിന്നാലും പാടം കാണാം. നല്ല മനോഹരമായ പാടം കാണാം. പിന്നെ ആൾക്കാർ ഇങ്ങനെ പശുവിനെ കൊണ്ടുവന്ന് കെട്ടിയേക്കുകയാണത്. ഇത് നമുക്ക് ഇത്രയും ആണ്ട കിട്ടിയത് കാന്താരി മുളക്. അങ്ങനെ കാന്താരി മുളകൊക്കെ പറിച്ച് ഞാൻ വേറൊരു സംഭവം കൂടി പറിച്ച് താഴെ ഇട്ടു ഗൈസ്. നമ്മുടെ പറമ്പിലല്ല, വേറെ ചേച്ചിയുടെ പറമ്പിലോട്ട് വീണു ഗൈസ്. പക്ഷെ ഞാൻ മതിൽ ചാടും. അങ്ങനെ ഞാൻ മതിൽ ചാടി, ആ കുഞ്ഞു മതിൽ ചാടി ഞാൻ ആ പപ്പായ എടുക്കാൻ പോവാണ് ഗൈസ്. കൈ കിട്ടിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നത്. ചെരുപ്പിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കരുത്. എൻ്റെ കൈക്ക് താങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. അത്രയും കനമുള്ള പപ്പായ ഗൈസ്. പഴുത്തതാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതിലേറെ ഇഷ്ടമാണ്. നല്ല പഴുത്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുഖത്തൊക്കെ തേക്കാം, സൗന്ദര്യം വർദ്ധിക്കും ഗൈസ്. പിന്നെ ഈ പപ്പായയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ആരും നട്ട് വളർത്തിയതൊന്നും അല്ല. ഇവിടെ തന്നെ ആയതാണ്. ഞങ്ങളുടെ പറമ്പിൽ തന്നെ മരമൊക്കെ ആയി തന്നെ ഇങ്ങനെ കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനെ പപ്പായ പറിക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്താണ്, എന്ത് പപ്പായ എന്നൊന്നും എനിക്കറിയില്ല, പറയാൻ പേരൊന്നും അറിയില്ല. പറയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പപ്പായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ.